നമ്മൾ ചീര ചേർത്തുണ്ടാക്കുന്ന ചപ്പാത്തി അത് നല്ല കളർഫുള്ളാണ്, വളരെ ന്യൂട്രീറ്റീവാണ്. ചീര ചേർത്തുള്ള ചപ്പാത്തികൾ നമ്മൾ ലോങ് ടേം ആയിട്ട് എടുക്കുമ്പോൾ എന്തൊക്കെ ന്യൂട്രീഷൻ ബെനിഫിറ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതുപോലുള്ള ന്യൂട്രീഷണൽ അറിവുകൾക്ക് വേണ്ടി ഈ പേജ് ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്തേക്കും. ചീര അല്ലെങ്കിൽ പാലക്ക് ഇത് വളരെ ആരോഗ്യത്തിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് സാധനമാണ്. ഇതിൻ്റെ അകത്ത് നിറയെ വിറ്റാമിൻ കെ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഒക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഗംസും നല്ല കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചീര ചേർത്തിട്ടുള്ള ചപ്പാത്തി എന്ന് പറയുന്നത് നമുക്ക് ന്യൂട്രീഷണലി റിച്ച് ആയിട്ടുള്ള ചപ്പാത്തിയാണെന്ന് പറയാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് വിറ്റാമിൻ സിയും ഉണ്ട്, അയണും ഉണ്ട്. അയൺ ഒരു നോൺ ഹീം അയൺ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടണമെന്നില്ല. ഇതിൽ നമ്മൾ പ്രോട്ടീൻ ചേർക്കുന്നുണ്ട്, പനീറായിട്ട് പ്രോട്ടീൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസിയും ഇതിൽ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ലോ കലോറി മതി, നമുക്ക് അധികം ഊർജ്ജം ആവശ്യമില്ല, നമ്മൾ വെയിറ്റ് ലോസിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ പനീർ ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എഗ് വൈറ്റ് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള തൈര് ചേർത്ത് നമുക്ക് കഴിക്കാൻ പറ്റും. അതുകൂടാതെ ഇതിൽ നമ്മൾ ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇഞ്ചിൻ്റെ അകത്ത് ജിഞ്ചിനോൾ എന്നൊരു കണ്ടന്റ് ഉണ്ട്. അതുകൂടാതെ തന്നെ പച്ചമുളകിനകത്ത് ആലിസിൻ എന്ന് പറയുന്നൊരു കണ്ടന്റ് കൂടിയുണ്ട്. ഈ രണ്ട് കണ്ടന്റും നമ്മുടെ ശരീരത്തിലെ വേദന കുറക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡൈജഷനും ഇമ്പ്രൂവ് ചെയ്യും. പക്ഷെ അധികം ചൂടാക്കാതെ അധികം ഡീപ് ഫ്രൈ ചെയ്യാതെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡീപ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ കണ്ടന്റ് ഇല്ലാതായി പോകും. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ലെസ് ഓയിലായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓയിൽ കൂടുതൽ ഉപയോഗിക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. ഇതിനകത്ത് കൂടുതൽ കലോറി കയറും. അപ്പം ആ ഹെൽത്ത് ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. അപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അവസാനമായിട്ട് എപ്പോഴാണ് ഇതുപോലെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.